വെച്ചാൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി 10th പാസ്സായ വ്യക്തികൾ കൊമേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കൊമേഴ്സ് സബ്ജക്റ്റ് +1 നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി പോയിന്റുകൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഈ ഡിസ്കഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ +1 കൊമേഴ്സ് ആണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് +1 കൊമേഴ്സിന്റെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, തുടക്കം മുതൽ ഒടുക്കം വരെ ഇത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും +1 കോമേഴ്സ് സെലക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ +1 നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോ അതുമായി ബന്ധപ്പെട്ട് +1 കൊമേഴ്സിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റുകൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. ഈ പോയിന്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ +1 കൊമേഴ്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ, കുറച്ച് +1 കൊമേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദാറ്റ് ഈസ് +1 കൊമേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എവിടെ നിന്നെങ്കിലും നമ്മുടെ പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ അറിഞ്ഞു കാണും, തീർച്ചയായിട്ടും അറിഞ്ഞു കാണും. ഇങ്ങനെ അറിഞ്ഞിരുന്നാലും കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോന്ന് നോക്കാം, എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമുക്ക് ഓരോ പോയിന്റ് അനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, +1 കൊമേഴ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, ആദ്യമേ പറയാം ഇൻട്രൊഡക്ഷൻ ടു +1 കോമേഴ്സ്. +1 കോമേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഞാൻ ഒരുപാട് പോയിന്റ് ഇവിടെ, ഒരു 4 പോയിന്റ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 4 പോയിന്റുകൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് +1 കൊമേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ആദ്യത്തെ നോക്കുമ്പോൾ നമ്പർ 1 ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചസ് ഓഫ് ഹയർ സ്റ്റഡീസ്. ദാറ്റ് ഈസ് +1 കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചാണ്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിന് എന്തായാലും നമ്മൾ ഭാവിയിൽ ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കണ്ടുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഈ +1 കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ +1 കൊമേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ 3 സയൻസ്, കോമേഴ്സ്, ദെൻ ഹ്യൂമാനിറ്റീസ്. സോ സയൻസും ഹ്യൂമാനിറ്റീസും പോലൊരു ബ്രാഞ്ചസ് ആണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ബേസിക് ബിസിനസ് എക്കണോമിക്സ്, ബാങ്കിങ്, ട്രേഡ്, അക്കൗണ്ടൻസി എക്സെട്ര. അതായത് ഓരോ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കുറേ ടേമുകളും അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആദ്യത്തെ പഠിക്കുന്നത് ബേസിക്സ് ഓഫ് ബിസിനസ്. എന്താണ് ബിസിനസ്? ദാറ്റ് ഈസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെപ്പറേറ്റ് സബ്ജക്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എക്കണോമിക്സ്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നല്ലൊരു അവയർനെസ് നമുക്ക് +1 കൊമേഴ്സിൽ തന്നെ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ബാങ്കിങ്, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സ്ഥാപനമാണ് ബാങ്കിങ്. സോ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ട്രേഡ്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, ദാറ്റ് ഈസ് കൊടുക്കൽ വാങ്ങുകൾ, ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്, ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ +1 കൊമേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്, അക്കൗണ്ടിംഗ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് ഈ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് മേഖലകളെ കുറിച്ചുള്ള ബേസിക് ഐഡിയയാണ് നമ്മൾ ഫസ്റ്റ് ഈ +1 കൊമേഴ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് സം സ്പെഷ്യൽ സബ്ജക്ട്. സ്പെഷ്യൽ സബ്ജക്റ്റുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സാധാരണ നമ്മൾ പഠിച്ചു വരുന്നത് പോലെ സയൻസിൽ, അതായത് 1 മുതൽ 10th വരെ നമ്മൾ പഠിച്ചു വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ളതാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന കുറെ സബ്ജക്റ്റുകളാണ്. എന്നാൽ ഇവിടെ സ്പെഷ്യൽ സബ്ജക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. then അതുപോലെ അക്കൗണ്ടൻസി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. then അതുപോലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. then കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു നല്ലൊരു ബേസിക് ഐഡിയ നമ്മളവിടെ നേടുന്നുണ്ട്. then മാത്തമാറ്റിക്കുമായി ബന്ധപ്പെട്ട് ചില സ്ഥലത്ത് ചില കൊമേഴ്സ് സബ്ജക്റ്റിൽ മാത്സ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മാത്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. then എക്കണോമിക്കിന്റെ പാർട്ടായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പുതിയ സബ്ജക്റ്റുകളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ
ഫുൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിന് എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടറിന്റെ ബേസിക് അവയർനെസ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ പുതിയ പുതിയ ടേമുകളും പുതിയ പുതിയ സബ്ജക്റ്റുകളുമാണ് നമ്മൾ +1 കൊമേഴ്സിന് ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത് ഞാൻ ഇവിടെ പറഞ്ഞത് ഇറ്റ് ഈസ് എ ബിഗിനിങ് സ്റ്റെപ്പ് ഓഫ് ഓൾ പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് CA, CMA, CS etc. That is പ്രൊഫഷണൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് CA ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, അതുപോലെ CS കമ്പനി സെക്രട്ടറി, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി അതിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ +1 കൊമേഴ്സിന് അതിനു വേണ്ടിയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ +1 കൊമേഴ്സിലെ സബ്ജക്റ്റുകൾ, മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ടൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് +1 കൊമേഴ്സിന് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് ബേസിക്, അതായത് ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ഓഫ് +1 കൊമേഴ്സ്, ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ഫോർ +1 കൊമേഴ്സ്. +1 കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് സബ്ജക്റ്റുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 6 സബ്ജക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബേസിക്കലി റിലേറ്റിംഗ് ടു ബിസിനസ് ആണ്. ഒരു ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഏത് രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏത് രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകും, ഇങ്ങനെ ഒട്ടനവധി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് A to Z, ദാറ്റ് ഈസ് അവിടെ ഒരു മാർക്കറ്റിംഗ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏത് രീതിയിൽ വിപണനം നടത്തും, പ്രോഡക്റ്റ് വിപണനം നടത്തി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയുള്ള ടൂൾസുകൾ ഏതൊക്കെ ഉപയോഗിക്കണം, ഇങ്ങനെ വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഇതൊരു തിയറിറ്റിക്കൽ പേപ്പർ ആണ്. തിയറിറ്റിക്കൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും നല്ലൊരു എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ബിസിനസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ബിസിനസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകൾ റെക്കോർഡ് ചെയ്തേണ്ടതായിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യുന്നത് ഈ മോണിറ്ററി ടൈം ആണെന്നുണ്ടെങ്കിൽ ഈ മോണിറ്ററി ടൈമിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏത് മോണിറ്ററി ടൈംസിലുള്ള ട്രാൻസാക്ഷൻസ് തന്നെയായാലും ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. ഈ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സാമ്പത്തിക സ്ഥിതി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ എക്കണോമിക് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രവും നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിന്റെ എല്ലാം ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ +1 കൊമേഴ്സിൽ നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും. നാലാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഡിജിറ്റൽ വേൾഡ് ആണ് നമ്മൾ അറിയപ്പെടുന്നത്. സോ ഡിജിറ്റൽ വേൾഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബേസിക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ A to Z ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ +1 കൊമേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന്റെ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ് പരമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ് പരമായി ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലകൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും മാത്തമാറ്റിക്കുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആറാമത്തെ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഈ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഫിനാൻഷ്യൽ ഡീലിംഗിലാണ്. ഈ ഫിനാൻഷ്യൽ ഡീലിംഗിൽ നമ്മൾ മറ്റുള്ള സ്ഥാപനവുമായി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓരോ വർഷത്തെ അക്കൗണ്ടുകളുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എത്തുന്നതിനാണ് നമ്മൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 6 സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ഏകദേശം 4 സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഇത് രണ്ടും ഈ 3 കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് ഓപ്ഷണൽ അല്ല, ഇതെന്ന് പറയുന്നത് മാൻഡേറ്ററി സബ്ജക്റ്റ് ആണ്. പിന്നെ ഇതും അതുപോലെ മാൻഡേറ്ററി സബ്ജക്റ്റ് ആണ്. എക്കണോമിക്സും മാൻഡേറ്ററി സബ്ജക്റ്റ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സും ഇസ് ആൾസോ ആൻ ഓപ്ഷണൽ സബ്ജക്റ്റ്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഇസ് ആൾസോ ആൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3 പ്ലസ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ്. ഇങ്ങനെ 4 സബ്ജക്റ്റ് ആണ് നമ്മൾ +1 കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഏത് രീതിയിൽ നമ്മൾക്ക് +1 കൊമേഴ്സിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ കിട്ടുമെന്ന് തീർച്ചയാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ +1 കൊമേഴ്സ് സെലക്ട് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ കൊമേഴ്സ് റിലേറ്റഡ് ടോപ്പിക്കുകളാണ് ഞാൻ ഈ അക്കൗണ്ടിംഗ് ലെജൻഡിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ വെൽക്കം ടു അവർ അക്കൗണ്ടിംഗ് ലെജൻഡ് ഫാമിലി.